സോഷ്യൽ മീഡിയയിൽ സ്വന്തം ഫോട്ടോ ഇടാത്ത, സെൽഫികൾ പോസ്റ്റ് ചെയ്യാത്ത, ആഘോഷങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യാത്ത ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധ പിടിച്ചുപറ്റാൻ എല്ലാവരും മത്സരിക്കുന്ന ഈ ലോകത്ത് ഇവർ അദൃശ്യരായി തോന്നാം. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് ഈ സ്വഭാവത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ട് എന്നാണ്. വാസ്തവത്തിൽ അവരുടെ ആത്മവിശ്വാസം, ചിന്താഗതി, ഇമോഷണൽ ഇന്റലിജൻസ് എന്നിവയെക്കുറിച്ച് ഇത് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടാത്തവർക്ക് പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം നമുക്ക് പരിശോധിക്കാം. 1. പ്രശസ്തിയേക്കാൾ സ്വകാര്യതയ്ക്ക് വില കൽപ്പിക്കുന്നു. പ്രൈവസി ഓവർ പോപ്പുലാരിറ്റി. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഫോട്ടോകൾ അപൂർവമായി മാത്രം പോസ്റ്റ് ചെയ്യുന്നവർക്ക് ഉയർന്ന പ്രൈവസി ഓറിയന്റേഷൻ ഉണ്ടെന്നാണ്. ഇതിനർത്ഥം മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് കാണണം, എന്ത് ചിന്തിക്കണം എന്നതിൽ അവർക്ക് കൃത്യമായ നിയന്ത്രണം വേണം എന്നാണ്. ഉദാഹരണത്തിന്, ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു കൂട്ടം സുഹൃത്തുക്കളെ സങ്കല്പിക്കുക. ഭക്ഷണം വരുമ്പോൾ എല്ലാവരും അത് പല കോണുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാനും തിരക്ക് കൂട്ടുമ്പോൾ ഇക്കൂട്ടർ ഫോൺ മാറ്റിവെച്ച് ആ ഭക്ഷണം ചൂടോടെ രുചിച്ച് ആസ്വദിക്കുന്നുണ്ടാകും. ആ നിമിഷം ക്യാമറയിൽ പകർത്തുന്നതിനേക്കാളും അത് അനുഭവിക്കുന്നതിനാണ് അവർ വില നൽകുന്നത്. ഭൂരിഭാഗം പേരും ലൈക്കുകളിലൂടെ അംഗീകാരം തേടുമ്പോൾ ഇവർ സ്വയം അംഗീകാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സെൽഫ് വാലിഡേഷൻ. 2. ശക്തമായ സ്വയം അവബോധം. സ്ട്രോങ് സെൽഫ് അവെയർനെസ്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് മാത്രം ഷെയർ ചെയ്യുന്നവർക്ക് തങ്ങൾ ആരാണെന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ജിമ്മിൽ പോകുന്ന കാര്യം തന്നെ എടുക്കാം. ചിലർ ജിമ്മിൽ പോകുന്നത് തന്നെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്തവർ അവിടെ പോകുന്നത് സ്വന്തം ശരീരത്തോടും ആരോഗ്യത്തോടുമുള്ള ബഹുമാനം കൊണ്ടാണ്. അവർ നിശബ്ദരായി വിയർപ്പൊഴുക്കി വ്യായാമം ചെയ്ത് തിരിച്ചു പോകുന്നു. ആരും കാണുന്നില്ലെങ്കിലും അവരവരുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇവരുടെ സന്തോഷം മറ്റുള്ളവരുടെ പ്രതികരണത്തെ ആശ്രയിച്ചല്ല, മറിച്ച് അതവരുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. സെൽഫ് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആൾക്കാർ. 3. വൈകാരിക സുരക്ഷിതത്വം. ഇമോഷണലി സെക്യൂർ. കുറച്ച് പോസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ദമ്പതികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ മൈ വേൾഡ്, മൈ എവറിത്തിങ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഇടും. പക്ഷേ വീട്ടിൽ അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും. എന്നാൽ ഇമോഷണലി സെക്യൂർ ആയവർക്ക് തങ്ങളുടെ പ്രണയം ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർ പങ്കാളിയുമായുള്ള മനോഹരമായ നിമിഷങ്ങൾ ഫോണിൽ നോക്കാതെ പരസ്പരം കണ്ണുകളിൽ നോക്കി ചിലവഴിക്കുന്നു. തങ്ങളുടെ ബന്ധത്തിന്റെ ആഴം അവർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് നാട്ടുകാരുടെ ലൈക്ക് അവർക്ക് ആവശ്യമില്ല. 4. ആഴത്തിൽ ചിന്തിക്കുന്നവർ. ഡീപ് തിങ്കേഴ്സ്. ഓൺലൈനിൽ നിശബ്ദരായിരിക്കുന്നവർ പലപ്പോഴും ആഴത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും. ഒരു സൗഹൃദ കൂട്ടായ്മയിൽ ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും ഗ്രൂപ്പ് സെൽഫി എടുക്കാനും വീഡിയോ എടുക്കാനും ഓടി നടക്കുമ്പോൾ ഇവരാരുടെയെങ്കിലും കൂടെ ഇരുന്ന് ജീവിതത്തെക്കുറിച്ചോ പുതിയ ഐഡിയകളെക്കുറിച്ചോ ആഴത്തിൽ സംസാരിക്കുകയായിരിക്കും. ചുറ്റുമുള്ള ബഹളങ്ങളേക്കാൾ അർത്ഥവത്തായ സംഭാഷണങ്ങളാണ് അവർക്ക് സംതൃപ്തി നൽകുന്നത്. 5. അവർ ഡിജിറ്റൽ ലോകത്തെ മായ തിരിച്ചറിയുന്നു. സോഷ്യൽ മീഡിയയ്ക്ക് യാഥാർത്ഥ്യത്തെ എങ്ങനെ വളച്ചൊടിക്കാമെന്നവർക്ക് നന്നായി അറിയാം. കടം വാങ്ങി കാർ എടുത്ത് ഷോ കാണിക്കുന്നവരെയും ഉള്ളിൽ കരയുമ്പോഴും പുറമേ ചിരിച്ച് ഫോട്ടോ ഇടുന്നവരെയും ഇവർക്ക് നന്നായി അറിയാം. മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീലുകൾ കണ്ട് സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്ത് ഇവർ വിഷമിക്കാറില്ല. പ്രകടനത്തേക്കാൾ സമാധാനമാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ഫോട്ടോ ഇടാത്ത ഒരാളെ കാണുമ്പോൾ അവർക്ക് നാണമാണെന്നോ ആൻറ്റി സോഷ്യലാണെന്നോ കരുതരുത്. അവർ ഒരുപക്ഷേ ഓൺലൈനിലുള്ള ഭൂരിഭാഗം പേരെക്കാളും വ്യക്തിത്വമുള്ളവരും ഇമോഷണലി ഇൻ്റലിജൻറ്റും സ്വയം അവബോധമുള്ളവരുമായി ആയേക്കാം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നവരല്ല അവർ. ജീവിതം അനുഭവിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ് അവർ. അതാണ് യഥാർത്ഥ ആത്മവിശ്വാസം. ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, പെരുമാറുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനലിൽ നമ്മൾ വെറുതെ ആളുകളുടെ ജീവിതം പറഞ്ഞു പോവുകയല്ല, അവരുടെ മനസ്സിനെ ഡീകോഡ് ചെയ്യുകയാണ്.